ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ നഗരസഭയിലെ 30-ാം വാർഡ് മരവയലിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഷിബു MK. UDFിന്റെ കയ്യിൽ നിന്ന് വാർഡ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും 100% പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും. കാരണം 3-ാം വാർഡിൽ മത്സരിച്ച് വിജയിച്ച ഇതേപോലെ തന്നെ ഏകദേശം ഒരു 5 ടേമോളം UDFിൻ്റെ കയ്യിലായിരുന്ന വാർഡ് 3-ാം വാർഡ് തിരിച്ചു പിടിച്ചതിൻ്റെ ആത്മവിശ്വാസവുമായിട്ടാണ് 30-ാം വാർഡിലേക്ക് ഇപ്പോൾ ഞാൻ എത്തുന്നത്. ഇതേപോലെ തന്നെ ആ വാർഡും തിരിച്ചു പിടിക്കുമെന്നുള്ള നല്ല പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് എനിക്ക് കരുത്തു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളും സുഹൃത്തുക്കളുമാണ്. മരവയലിൽ നിന്നും ഒരു കൗൺസിലറായി വിജയിച്ചു വന്നാൽ നാട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? സാധാരണഗതിയിൽ ഒരു കൗൺസിലറായി അല്ലെങ്കിൽ ഒരു വാർഡിൽ നിയോഗിക്കപ്പെടുമ്പോൾ ആ വാർഡിൽ നമ്മൾ സാധാരണഗതിയിൽ 1-2 റൗണ്ട് ചുറ്റുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം ആ വാർഡിന് എന്താണ് ആവശ്യം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ കൽപ്പറ്റ നഗരസഭയിൽ നിന്ന് ലഭിക്കുന്ന ക്ഷേമാനുകൂല്യങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനപ്പുറം ആ വാർഡിൻ്റെ സാധ്യതകൾ കണ്ടെത്തുകയും ആ സാധ്യതകൾക്കനുസരിച്ച് ആ വാർഡിൽ പ്രവർത്തിക്കുകയുമാണ് ഏറ്റവും പരമപ്രധാനം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൽപ്പറ്റ നഗരസഭയിൽ 3 റെസിഡൻസ് അസോസിയേഷനിലുള്ള ഏക വാർഡ് 30-ാം വാർഡാണ്. അതിൽ ഒന്ന് ചന്ദ്രഗിരി റെസിഡൻസ്, മറ്റൊന്ന് അംബേദ്കർ റെസിഡൻസ്, മറ്റൊന്ന് ശാന്തിനഗർ എന്നുള്ളതാണ്. ഈ 3 വാർഡുകളെയും ഈ 3 റെസിഡൻസ് അസോസിയേഷനുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ വാർഡിൽ നടപ്പിലാക്കാവുന്ന വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് ഉണ്ടാവുന്നതാണ്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സരോജിനിയുടെ വാർഡായിരുന്നല്ലോ അത്. അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ആ വാർഡിന് ചെയ്തതെന്ന് താങ്കൾ കരുതുന്നത്? അതുപോലെ താങ്കളുടെ പ്രധാന എതിർ സ്ഥാനാർത്ഥിയും അവരാണല്ലോ. അതിലൊരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു അംശം. നിലവിൽ അവർ ആ വാർഡിൽ കൗൺസിലറായി പ്രവർത്തിക്കുന്നതിനപ്പുറം വൈസ് ചെയർപേഴ്സണും അതുപോലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ ചെയർമാനുമായി പ്രവർത്തിച്ചാണ്. ഈ ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. മറിച്ച് ഞാൻ ഇപ്പോഴത്തെ 3-ാം വാർഡിൽ മത്സരിച്ച് ജയിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ കൗൺസിലറായിരുന്നു. എന്നാൽ ഈ പ്രതിപക്ഷ കൗൺസിലറായിരിക്കുമ്പോൾ തന്നെ ഈ വാർഡിന് ലഭിക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങളും എത്തിച്ചെന്നുള്ള വലിയൊരു ചാരിതാർത്ഥ്യത്തിലാണ് നിൽക്കുന്നത്. കൽപ്പറ്റ നഗരസഭയിൽ ഏകദേശം 241 ലൈഫ് പദ്ധതി വീടുകൾ കൊടുത്തതിൽ 43 വീടുകൾ 3-ാം വാർഡ് കൊടുക്കാൻ കഴിഞ്ഞുള്ളത് എനിക്ക് ഏറ്റവും ചാരിതാർത്ഥ്യമുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് മാലിന്യവുമായി ബന്ധപ്പെട്ട് അവിടെ ചെയ്യാൻ ഒട്ടനവധി സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ എന്താണെന്ന് വെച്ചാൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനെ യോജിപ്പിച്ചുകൊണ്ട് മാലിന്യമുക്തമാക്കുക, പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്നൊരു പരിപാടി ആ വാർഡിൽ കൃത്യമായി നടത്താൻ ഉള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകളിലേക്കൊക്കെ കൃത്യമായി ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് ഏറ്റവും ഉദാഹരണം, ഞാൻ ഇപ്പുറത്ത് നിന്ന് മത്സരിച്ചപ്പോൾ HS നഗർ റെസിഡൻസ് അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ട് ഈ റോഡ് സൈഡിൽ മുഴുവൻ വേസ്റ്റ് ബിൻ സ്ഥാപിക്കുകയും ആ വേസ്റ്റ് ബിന്നിൽ ഇവിടെ പോകുന്ന ആളുകൾ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 3-ാം വാർഡിലെ ഒരു ഏരിയ മുഴുവൻ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാർഡിൽ വളരെ കൃത്യമായിട്ട് ആ ഇടപെടൽ നടത്തുവാനും ഭാവിയിൽ ഒരു പ്ലാസ്റ്റിക് മുക്തമായിട്ടുള്ള ഒരു വാർഡായി ഈ 30-ാം വാർഡ് മാറ്റുവാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. മഹിളാ അസോസിയേഷന്റെ യൂണിറ്റ് സെക്രട്ടറി ആയ ചിത്രേച്ചിക്ക് സ്ഥാനാർത്ഥിയായ MK ഷിബുവിനെ പറ്റി എന്താ പറയാനുള്ളത്? സ്ഥാനാർത്ഥി എന്നതിലുപരി എനിക്ക് പറയാനുള്ളത്, ഷിബുവേട്ടൻ കഴിഞ്ഞ 3-ാം വാർഡിലെ കൗൺസിലറായിരുന്നു, ജയിച്ചു വന്ന കൗൺസിലർ. അതായത് പ്രതിപക്ഷത്ത് നിന്നിട്ട് കൂടി നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ 3-ാം വാർഡിന് വേണ്ടിയിട്ട് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് സമയത്ത് പോയാലും നമ്മളൊരു ഉന്നതിൻ്റെ അടുത്താണ് നമ്മളെ വീട്. അവിടെ ഏത് സമയത്ത് പോയാലും ഒരു കുടുംബ വഴക്കോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ, മരണമോ, അതുപോലെ കല്യാണം, പ്രസവം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ഷിബുവേട്ടൻ രാത്രി ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഷിബുവേട്ടൻ ഓടി ഇറങ്ങി ആ സമയത്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ ഈ പറയുന്ന പോലെ ക്ലീനിങ് നമുക്കൊരു മാതൃക തന്നെയാണ് ഷിബുവേട്ടൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ മീഡിയാസിലൂടെ കണ്ടിട്ടുണ്ട്. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഷിബുവേട്ടൻ നമ്മുടെ വാർഡിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ റെസിഡൻസ് അസോസിയേഷനോടനുബന്ധിച്ചിട്ട് ഷിബുവേട്ടൻ ആ ഒരു ഇതും കൂടി കൂട്ടിയിട്ട് നമ്മളെ ഒരുപാട് ക്ലീനിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ മറ്റ് പല വിവിധ തരത്തിലും ഷിബുവേട്ടൻ കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ വികസനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 29-30-ാം വാർഡിലേക്ക് നിശ്ചയമായിട്ട് നമുക്ക് പറയാൻ പറ്റും, അവിടെ ഇതുപോലെ തന്നെ ഷിബുവേട്ടൻ എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതിലുപരി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. LDF കൽപ്പറ്റ മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാനും RJD നേതാവുമായ നൌഷാദ് CK നമ്മോടൊപ്പം ചേരുന്നു. സ്ഥാനാർത്ഥിയായ MK ഷിബുവിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഷിബുവിനെ കുറിച്ച് മുണ്ടേരിക്കാർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടത് ആവശ്യമില്ല. കാരണം ചെറുപ്പം മുതൽ ഞങ്ങൾ ഒരുമിച്ച് സൃഷ്ടി ഗ്രന്ഥശാല 25 വർഷം മുമ്പ്
സൃഷ്ടി ഗ്രന്ഥശാല മുതൽ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. ഈ പാർക്ക് ശുചീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രവർത്തനം നേരിട്ട് ഉള്ള ആളാണ്. പിന്നെ കഴിഞ്ഞ കൗൺസിലർ നിലക്ക് ഈ 3-ാം വാർഡിൽ എല്ലാ മേഖലയിലും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മുണ്ടേരി സ്കൂളിനെ, പ്രത്യേകിച്ച് ഈ മുണ്ടേരി സ്കൂൾ നിലക്കുന്ന ഒരു വാർഡ് എന്ന നിലക്ക് ഇവിടുത്തെ ചെറു വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ എല്ലാ വിഷയങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ മുണ്ടേരി സ്കൂളിലെ ഒരു ഗ്രൗണ്ട് നവീകരണം ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇടപെട്ടുകൊണ്ടത് അത് നമ്മൾ ഈ ഷിബുവിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സിദ്ദീഖ് സംസാരിക്കുന്ന തോൾ കൈകൊണ്ട് അഭിനന്ദിക്കുന്ന ഒരു വീഡിയോ വരെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും. വികസനം എന്ന് പറഞ്ഞാൽ ഈ മുണ്ടേരിയിലെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചത് അംഗമാണ് ഷിബു എന്ന് പറയുന്നത്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ സഹ കൗൺസിലർ ചോദിച്ചാലും അറിയാൻ കഴിയും. കൽപ്പറ്റ ഷിബു എന്ന വ്യക്തി കൽപ്പറ്റ കഴിഞ്ഞ കൗൺസിലിൽ ശ്രദ്ധേയാത്ത പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ ഒരു വിലയിരുത്തൽ ജനങ്ങളെ 30-ാം വാർഡിലെ ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഷിബുവിൻ്റെ ഒരു വിജയം നിശ്ചയമാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഞങ്ങൾ വളരെ പ്രതീക്ഷയാണ്. കാരണം കൽപ്പറ്റ നഗരസഭ LDFിൻ്റെ ഭരണസമിതിയാണ് വരാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ UDFിൻ്റെ ഭരണസമിതി നമുക്കറിയാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു വികസനം നടത്തിയില്ല എന്ന് മാത്രമല്ല, LDF ഭരണസമിതി കൊണ്ടുവന്നുള്ള എല്ലാ വികസനങ്ങളും മുരടിപ്പിക്കുന്നതിന് ഉദാഹരണമായി ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. ടൗൺ വികസനമാകട്ടെ, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പരാജയമെന്ന് UDFിൻ്റെ പരാജയമെന്ന് പറയുന്നത് തന്നെ കൽപ്പറ്റ നഗരസഭയിലെ ടൗൺ ഹാൾ ഇല്ലാതെ നഗരസഭയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതുപോലെ മുണ്ടേരിയിലെ പാർക്ക് ഷിബുവിൻ്റെ അതേ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഫണ്ട് കൊണ്ട് അനുവദിച്ചു. പക്ഷെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒരു വ്യക്തികൾക്ക് നൽകുന്ന അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ UDFിൻ്റെ പരാജയം LDFിന് അനുകൂലമായ നിലപാടാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകുന്നത്. ഇത് ഞങ്ങളെന്തായാലും വിജയിച്ച് കാഴ്ച ഡിസംബർ 13-ന് LDF ഭരണസമിതി അധികാരത്തിൽ ഏൽക്കുന്ന സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കുടുംബശ്രീ ADS ആയ ബിന്ദിത എം നമ്മോടൊപ്പം ചേരുന്നു. സ്ഥാനാർത്ഥിയായ ഷിബു MK പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ കഴിഞ്ഞ 2 തവണയായിട്ട് ഈ 3-ാം വാർഡിൻ്റെ ADS ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ തവണ ഷിബുവേട്ടൻ സ്ഥാനാർത്ഥിയാവുന്നതിന് മുന്നേ ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്നു. ആ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കൗൺസിലർ എന്ത് ചെയ്യുന്ന അതേ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ അയൽക്കൂട്ടങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഷിബുവേട്ടൻ ചെയ്തു തന്ന ഒരാളാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഞങ്ങളുടെ അയൽക്കൂട്ടങ്ങളിലെ എല്ലാ ആളുകളും ഷിബുവേട്ടൻ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലവും കൂടി ആയിട്ട് തന്നെ ആയിരിക്കും ആളുകൾ കഴിഞ്ഞ തവണ എല്ലാവരും മാറി ചിന്തിച്ച് ഞങ്ങളുടെ ഈ വാർഡ് പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവുക. അതും ഇപ്രാവശ്യം അതുപോലെ തന്നെ 30-ാം വാർഡിലെ ആളുകളും അതുപോലെ മാറ്റി ചിന്തിച്ചാൽ ഏറ്റവും നല്ലൊരു വാർഡായിട്ട് ആ വാർഡിന് ഇനി മാറി വരാൻ കഴിയുന്നതായിരിക്കും. അത്രയും നല്ലൊരു കൗൺസിലറാണ്. എന്തൊരാവശ്യം വന്നാലും പണി ഡ്രസ്സോട് കൂടി തന്നെയാണ് ഷിബുവേട്ടൻ പല പ്രാവശ്യവും. ഞാൻ അധിക സമയം മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകുന്ന ഒരാളാണ്. ആ സമയത്തൊക്കെ ഷിബുവേട്ടനെ ഞാൻ പണി ഡ്രസ്സോട് കൂടി ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത്ര ആത്മാർത്ഥമായി ഒരു വാർഡിന് വേണ്ടി രാവിലത്തെ ഒരു നടത്തം എന്ന് പറഞ്ഞാൽ ഏത് വാർഡിലാണോ ആ വാർഡിലേക്ക് 3-ാം വാർഡിലേക്കാണ് ഷിബുവേട്ടൻ്റെ ദിവസം രാവിലത്തെ ഒരു നടത്തം ഉണ്ടാവുന്നത്. ഇപ്പോൾ അത് ഷിബുവേട്ടൻ ഇനി അതങ്ങോട്ട് മാറ്റി പിടിക്കുന്നതായിരിക്കും മനോഹർ ഭാഗത്തേക്ക്. അങ്ങനെ ഷിബുവേട്ടൻ ആ ദിവസവും ആ വാർഡിലുള്ള ആളുകളുമായിട്ട് ഏത് സമയവും കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഷിബുവേട്ടൻ്റെ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത്. അതുതന്നെ 30-ാം വാർഡിലെ എല്ലാ ആളുകളും ഷിബുവേട്ടന് വോട്ട് ചെയ്ത് ആ വാർഡിൽ നല്ലൊരു കൗൺസിലറായിട്ട് വരാൻ ഷിബുവേട്ടന് കഴിയട്ടെ. അത് ആ വാർഡിലെ ആളുകളും മനസ്സിലാക്കി വോട്ട് ചെയ്യട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു. LDF സ്ഥാനാർത്ഥിയായ MK ഷിബുവിനെ പറ്റി സിജു PJക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഷിബുവേട്ടനെ കുറിച്ച് അധികം ഒന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു രാഷ്ട്രീയ ഇതൊന്നും നോക്കാതെ എന്തു പോയി പറഞ്ഞാലും വളരെ നല്ല രീതിയിൽ എല്ലാവരോടും ഇടപെട്ട് എല്ലാ കാര്യത്തിലും ഓടി വരുന്ന ഒരു വ്യക്തിയാണ്. അതിവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 3-ാം വാർഡിലെ കൗൺസിലറായിരുന്നു. അവിടെ ആരോട് ചോദിച്ചാലും, ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നെടുങ്ങോട് വഴി നടക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു വോട്ടർ എന്നോട് ചോദിക്കുക, അയ്യോ ഈ പ്രാവശ്യം ഷിബുവേട്ടന് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റൂലല്ലോ എന്നുള്ളൊരു ഒരു ചോദ്യം അവിടുത്തെ ഒരു വോട്ടർ എന്നോട് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ മനസ്സിൽ ഷിബുവേട്ടൻ എന്ന വ്യക്തിയെ വളരെ നല്ലൊരു അഭിപ്രായമാണ് അവരൊക്കെ ഓരോ മനസ്സിലുള്ളത്. അതേപോലെ തന്നെ ഞങ്ങളിവിടെ ഒരു സംഘമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ ഈ നാട്ടിലുള്ള ഓരോ വിഷയങ്ങളും നമ്മളടുത്ത് വന്ന് പറഞ്ഞ്, അതായത് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ ഓരോരുത്തരെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജനകീയ നേതാവ് എന്ന് തന്നെ പറയാം. എല്ലാവർക്കും പ്രിയങ്കരനാണ്. അതുകൊണ്ട് ഈ 30-ാം വാർഡിൽ ഷിബുവേട്ടനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും. അതെല്ലാവരും ഒറ്റക്കെട്ടായി എന്നുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ 13-ാം തീയതി നമ്മുടെ
ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ വൻ ഭൂരിപക്ഷത്തോടെ ഷിബുവേട്ടനെ ജയിക്കണം. അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു ആവശ്യം. ഒരു ജനകീയ നേതാവ് എന്നുള്ള രീതിയിൽ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൊരു ആളും കൂടിയാണ് ഷിബുവേട്ടനെ. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ആളുമാണ്. എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും ഇടപെടും. ആരെയും വേർതിരിച്ച് കാണുക അങ്ങനത്തെ ഒരു പ്രവർത്തനമല്ല, എല്ലാവരും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിന് എപ്പോഴും ഉള്ളത്. ശിവദാസേട്ടന് സ്ഥാനാർത്ഥിയായ MK ഷിബുവിനെ പറ്റി എന്താ പറയാനുള്ളത്? സേവനത്തിൻ്റെ ജനകീയ മുഖം, അതാണ് കറക്റ്റായിട്ടുള്ളൊരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ മുണ്ടേരി പ്രദേശത്ത് ഇപ്പോൾ ഇദ്ദേഹം 3-ാം വാർഡിൽ 5 വർഷക്കാലം നിരന്തരമായിട്ട് ജനസേവകനാണ്. ഇപ്പോൾ 2ാമത് ജനവിധി തേടുകയാണ് 30-ാം വാർഡിലേക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന ആളോ അതേപോലെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി മറ്റ് കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യാത്ത, ജനങ്ങളുടെ സേവനത്തിന് അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്ത് ചെയ്യണോ സമയം നോക്കാതെ ലാഭം നോക്കാതെ വളരെ നിസ്തുലമായിട്ടുള്ള വലിയൊരു സേവനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഷിബു MK, ഈ 30-ാം വാർഡിൻ്റെ സ്ഥാനാർത്ഥി. ഇദ്ദേഹം മറ്റുള്ള സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം കൈവരിക്കും. അതിനുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയം കാണുക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു. മരവയലിലെ LDF സ്ഥാനാർത്ഥിയായ ഷിബു MK പറ്റി സെക്യൂരിറ്റിക്കൊക്കെ എന്താണ് പറയാനുള്ളത്? ഷിബുവേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഷിബുവേട്ടൻ നമ്മുടെ ഈ കഴിഞ്ഞ 5 വർഷം ഈ 3-ാം വാർഡിൻ്റെ കൗൺസിലറായിട്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളതാണ്. സാധാരണ ഒരു മരപ്പണിക്കാരനായ തൊഴിലാളി കൂടിയാണ് അദ്ദേഹം. അപ്പം തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ കഴിഞ്ഞ 5 വർഷം 3-ാം വാർഡിലെ ഒട്ടുമിക്ക ആളുകൾക്കും നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ ഷിബുവേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വാർഡിൻ്റെ വളർച്ചയ്ക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കൗൺസിലർ എന്ന നിലയിൽ ഷിബുവേട്ടന് സാധിച്ചിട്ടുണ്ട്. ആ മികവ് തന്നെയാണ് ഈ 30-ാം വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഷിബുവേട്ടനെ നിശ്ചയിക്കാൻ പ്രധാനമായ കാരണമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ 30-ാം വാർഡിലെ ജനങ്ങളും ഷിബുവേട്ടനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് മുനിസിപ്പാലിറ്റിയിലെ അടുത്ത തവണയും ഈ 30-ാം വാർഡിൻ്റെ കൗൺസിലായി വരും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഷിബുവേട്ടന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. LDF സ്ഥാനാർത്ഥിയായ MK ഷിബുവിനെ പറ്റി സതീഷ് കുമാർ MK എന്താ പറയാനുള്ളത്? ഷിബുവേട്ടൻ ഇപ്പം നിലവിൽ കൗൺസിലറാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൽപ്പറ്റ നഗരസഭയിലെ ഏറ്റവും മികച്ച ഒരു കൗൺസിലർ ആയിട്ട് മൊത്തത്തിൽ ജനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 3-ാം വാർഡിൽ ഷിബുവേട്ടനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഷിബുവേട്ടൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഈ 30-ാം വാർഡിൽ ജയിച്ചു വരും. കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഷിബുവേട്ടൻ അറിയാം. ഷിബുവേട്ടൻ 3-ാം വാർഡിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ തൊട്ടറിഞ്ഞ ആളുകൾ തന്നെയാണ് ഈ 30-ാം വാർഡിൽ ഉള്ളതും. അതുകൊണ്ട് തന്നെ 30-ാം വാർഡിൽ ഷിബുവേട്ടൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. LDF 30-ാം വാർഡ് സെക്രട്ടറിയായ ബാലകൃഷ്ണേട്ടൻ നമ്മോടൊപ്പം ചേരുന്നു. സ്ഥാനാർത്ഥിയായ MK ഷിബുവിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ അവിടെ 30-ാം വാർഡിൽ അതിൻ്റെ വാർഡ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കും, അതുപോലെ തന്നെ ആ വാർഡിൻ്റെ മുഴുവൻ സഖാക്കളെയും ക്രോഡീകരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട്. ഷിബുവേട്ടനായതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഏതൊരു വ്യക്തിയും ഷിബുവിനെ പറ്റി പറയുമ്പോൾ ഷിബുവേട്ടനല്ലേ അത് ഞങ്ങളേറ്റ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് അവർ നമ്മളോട് വന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ അവിടെ വർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. വർഷങ്ങളോളമായിട്ട് നമ്മുടെ മുണ്ടേരി പ്രദേശത്തും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ പൊതുരംഗത്ത് ഏത് സമയത്തും എത്തുന്ന ഒരു വ്യക്തിയാണ്. ഒരു അസുഖമായി കിടക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് മഴക്കാലത്തുണ്ടാകുന്ന ദുരിതങ്ങളിലും എല്ലാം ഏത് സമയത്തും എത്തുന്ന ഒരു വ്യക്തിയാണ്. ആര് എപ്പം വിളിച്ചാലും ആ സമയം നോക്കാതെ ആ സഖാവ് അവിടെ ഓടിയെത്തി
പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വ്യക്തികളും എല്ലാ വോട്ടർമാരും ഷിബുവിന് വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്രവർത്തനത്തിൻ്റെ ആ ഒരു അഭിമാനത്തിലാണ് ഞങ്ങളിപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൽപ്പറ്റ നഗരസഭ LDF തന്നെ ഭരിക്കും. കാരണം അവർ പറയുന്നത് ഞങ്ങൾ തുടർഭരണം നടത്തുമെന്നാണ് പറയുന്നത്. അവർ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ ഭരണം എന്ന് പറയുന്നത് ഇവിടെ ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമി നൽകാതെയും അല്ലെങ്കിൽ വീട് നൽകാതെയും നമ്മുടെ കൽപ്പറ്റ നഗരസഭയിലെ മുഴുവൻ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടക്ക് പോലും സാധിക്കാത്ത റോഡുകളാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ തുടർഭരണം വരുന്നു, ഞങ്ങൾ ഇത് തന്നെ തുടരുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. കഴിഞ്ഞ 5 വർഷക്കാലം കൽപ്പറ്റ നഗരസഭയിൽ ചെയർമാൻമാർ എത്രത്തോളം എടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് അവർ കണ്ടിരുന്നത്. 2.5 വർഷക്കാലം ലീഗിൻ്റെ ചെയർമാനും 2.5 വർഷക്കാലം കോൺഗ്രസിൻ്റെ ചെയർമാനുമായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ 2.5 വർഷം കഴിഞ്ഞപ്പം കോൺഗ്രസിൻ്റെ ചെയർമാൻ ആരാണ് എന്നുള്ള തർക്കങ്ങളാണ് അവിടെ നഗരസഭയിലുണ്ടായിരുന്നത്. ഈ അവസരത്തിലൊക്കെ കൽപ്പറ്റ നഗരസഭയിലുള്ള ജനം ദുരിതം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ അവർ പറഞ്ഞു നടക്കുന്നത് പ്രസംഗങ്ങളിലൊക്കെ അവരുടെ മുന്നണി നേതാക്കന്മാർ പറയുന്നത് കൽപ്പറ്റ നഗരസഭയിൽ ഞങ്ങൾ മോടി കൂട്ടും, അതുപോലെ തന്നെ ഞങ്ങൾ വീട് കൊണ്ടുവരും, റോഡ് കൊണ്ടുവരും എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന ആളുകൾക്ക് അന്ന് ഈ ചെയർമാന്മാരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയധികം ചെയർമാന്മാർ അവർക്കുണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം അവർക്കറിയാം. ഇപ്പോൾ UDFൻ്റെ ആളുകൾ തന്നെ പറയുന്നുണ്ട് കൽപ്പറ്റ നഗരസഭ ഈ പ്രാവശ്യം LDF ഭരിക്കും ഇല്ലേ എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ 30-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ഷിബുവേട്ടന് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു വരും എന്നാണ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ എല്ലാവരും വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സ്ഥാനാർത്ഥിയായ MK ഷിബുവിനെ പറ്റി രവീന്ദ്രേട്ടൻ എന്താണ് പറയാനുള്ളത്? ഞങ്ങളെ വാർഡിലെ കൗൺസിലർ 3-ാം വാർഡിലെ കൗൺസിലറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ ഗൗരവത്തോടെ പ്രവർത്തിച്ച് നല്ലൊരു പേര് നേടിയെടുത്തോളാം.